പക്ഷേ ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ സംഘ് പരിവാർ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പല സമയങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അമ്പലങ്ങളുടെ മുറ്റത്ത് പശുത്തല കൊണ്ടുപോയിടുക, എന്നിട്ട് അത് മുസ്ലിങ്ങളുടെ മേലെ ആരോപിക്കുക, എന്നിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അവരെ അവരുടെ ജീവിതം ജയിലർ തളക്കുക, ഇപ്പുറത്ത് കലാപം ഉണ്ടാക്കുക. അപ്പോൾ RSS സംഘ് പരിവാർ ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പശുത്തല രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് കാർബൺ കോപ്പി അടിച്ച് വടകരയിൽ പയറ്റാനാണ് ഈ പറയുന്ന സംഘം ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. അതേക്കുറിച്ച് തലമുറ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാരാണിത് ചെയ്തത്? ആരാണ് ഇതിന് ഉത്തരവാദി? DYFIയും CPM ഉം വസീഫും ഗോവിന്ദമാഷും എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും തലമുറ കൈമാറി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് നിങ്ങൾ ഡീലാക്കിയാലും സ്വാപ്പ് കേസുകൾ വെച്ച് മാറി ഇതിന് മറികടന്നാലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇവിടെ ഇതിന് വിക്ടിം, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് വിക്ടിം, ഇതിൻ്റെ പ്രൈമറി വിക്ടിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ നിരന്തരമായി ഭരണവർഗത്താൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ വെച്ചിട്ടാണ് ഇവർ ഈ ചൂത് കളിച്ചിരിക്കുന്നത്. അവരെ വെച്ചിട്ടാണ് അവർ ഈ വൃത്തികെട്ട രാഷ്ട്രീയ പദ്ധതി, അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള സാമുദായിക വിഭജനം ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അവർ ആ കമ്മ്യൂണിറ്റി ഉള്ള കാലത്തോളം ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കപ്പെടും. അപ്പോൾ അത് ചോദിക്കപ്പെടുമ്പോൾ ചോദിക്കുന്ന ആളെ തെറി പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല.